എൻ്റെ പേര് സൂര്യ. ഞാൻ കട്ട്ലപുരത്തുനിന്നായിരുന്നു. ഞാൻ 10th പ്ലസ് 2 പഠിച്ചത് കട്ട്ലപുരത്തായിരുന്നു, GHSS കട്ട്ലപ്പം. പ്ലസ് ടു കഴിഞ്ഞ് സാധാ സ്റ്റുഡൻസിനെ പോലെ തന്നെ ഏത് കോഴ്സ് ചൂസ് ചെയ്യും എന്നൊരു ടൈം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് എൻ്റെ ഒരു കസിൻ ത്രൂ ഞാൻ ഗാലക്സി ഏജൻസിനെ പറ്റി കേൾക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഗാലക്സി ആയിട്ട് കോൺടാക്ട് ചെയ്ത് ഗാലക്സി ചെന്നു. അവിടെ ചെന്നപ്പോഴത്തേനും അവിടെ കുറേ കോഴ്സസ് അവൈലബിൾ ആയിരുന്നു. അപ്പോൾ അവർ കുറേ കോഴ്സിനെ പറ്റി പറഞ്ഞു തന്നു. അപ്പോൾ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ചൂസ് ചെയ്ത കോഴ്സ് എന്ന് പറയുന്നത് BSc OT and AT ആയിരുന്നു. എൻ്റെ പേര് ഗിരിജ, സുരമോളുടെ അമ്മയാണ്. ഞാൻ സവിത എന്ന കുട്ടി ഞങ്ങൾ ഗാലക്സിയിൽ വെച്ചിട്ടാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത്. ഓൾറെഡി എന്താ വെച്ച് കഴിഞ്ഞാൽ മോളുടെ അഡ്മിഷൻ്റെ കാര്യങ്ങൾക്ക് ഞങ്ങൾക്ക് ഗാലക്സിയിൽ പോയപ്പോഴാണ് നന്ദകുമാർ സാറിനെയും അതുപോലെ സവിത എന്ന കുട്ടിയെ പരിചയപ്പെടുന്നത്. നന്ദകുമാർ സാറിൻ്റെ ഭാഗത്ത് നിന്ന് നല്ല രീതിയിലുള്ള ഇതായിരുന്നു ഞങ്ങൾക്ക് അവിടെ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ സവിതയെക്കുറിച്ചും പറയാതിരിക്കാൻ പറ്റില്ല, പറയണം. സവിതയുടെ ഭാഗത്തു നിന്നും നല്ല രീതിയിൽ തന്നെയായിരുന്നു ഞങ്ങൾക്ക് അവിടെ നല്ല സപ്പോർട്ടിങ് കെയറിങ് തന്നെയായിരുന്നു. അതുപോലെ നന്ദകുമാർ സാറിന് ഒരുപാട് പറയാതിരിക്കാൻ ഒട്ടും പറ്റില്ല. നന്ദകുമാർ സാറിന്ന് ഓൾറെഡി ഭൂമിയിലില്ല എങ്കിലും സാറ് ഇന്ന് ഈ ഒരു സംഭവം, അതായത് ഇപ്പം എൻ്റെ മോൾക്ക് കിട്ടിയിരിക്കുന്ന ഈ ഒരു ഗോൾഡ് മെഡലിൻ്റെ ഇതിൽ എന്തായാലും സാറൊന്നും ഉണ്ടായിരുന്നില്ല. തീർച്ചയായിട്ടും നിങ്ങളുടെ മുമ്പിൽ ഞങ്ങളുടെ കൂടെ ഉണ്ടാവും, 100% ഉറപ്പാണ്. ഞാനവിടെ അഡ്മിഷന് വന്ന സമയത്ത് ഓൾറെഡി നന്ദകുമാർ സാറെ പരിചയപ്പെടുമ്പോൾ നന്ദകുമാർ സാറ് പറയുമായിരുന്നു, എന്താ വെച്ച് കഴിഞ്ഞാൽ സൂര്യമോളും ഇതേപോലെ നല്ല രീതിയിൽ തന്നെ ആവണം. നല്ല അറിവുള്ളൊരു കുട്ടിയാണ് അവൾ. ഓൾറെഡി അവൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അവൾ അവിടെ പോയി പഠിച്ച് അവൾ നല്ല രീതിയിൽ നല്ല മാർക്കായിട്ട് മേടിച്ച് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് എന്തായാലും ഗാലക്സിയിലെ ഒരു സമ്മാനം എന്തായാലും അവൾക്ക് കൊടുക്കും. നന്നായി തന്നെ പഠിക്കണമെന്ന് അവളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നന്ദകുമാർ സാറിൻ്റെ ഭാഗത്തു നിന്ന് നല്ല സപ്പോർട്ടിങ് ആയിരുന്നു. അതിനിടയിൽ ഞാൻ വിളിക്കുന്ന സമയത്തായാലും നല്ല രീതിയിൽ തന്നെയായിരുന്നു സാറ് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന കുട്ടികളുടെ കാര്യത്തിൽ. അങ്ങനെ ഞാൻ BSc OT and AT കോഴ്സാണ് ചൂസ് ചെയ്തത്. അങ്ങനെ സേലത്തുള്ള ഷൺമുഖ കോളേജ് ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസ് ഞാൻ അഡ്മിഷൻ എടുത്തു. അങ്ങനെ അവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ സാധാ എല്ലാ സ്റ്റുഡൻസിനെ പോലെ തന്നെ ടെസ്റ്റ് ആയതുകൊണ്ട് കുറച്ചൊക്കെ അടിച്ച് പൊളിക്കാം എന്നുള്ള ഒരു മൈൻഡൊക്കെ ആയിരുന്നു പോയത്. പക്ഷെ എങ്കിൽ പോലും അവിടെ ചെന്ന് പഠിക്കണം, എനിക്ക് എൻ്റെതായ ഒരു ലക്ഷ്യബോധം ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ അവിടുത്തെ ഒരു ഗോൾഡ് മെഡൽ വിന്നറായിട്ടാണ് ഇപ്പോൾ ഞാനിവിടെ ഇരിക്കുന്നത്. അങ്ങനെ ഈ ഒരു അച്ചീവ്മെന്റ് കിട്ടിയ സമയത്ത് എനിക്ക് ഓർമ്മ വന്ന മുഖങ്ങളിൽ ഒരു മുഖമായിരുന്നു നന്ദകുമാർ സാറിൻ്റെ. അങ്ങനെ ഈ സമയത്ത് സാറിൻ്റെ ഒരു അനുഗ്രഹവും പ്രാർത്ഥനയൊക്കെ എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാനിപ്പോൾ ഉറച്ച് വിശ്വസിക്കുന്നു. ഇനി വരുന്ന ജൂനിയേഴ്സിൻ്റെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് പഠിക്കണം എന്നുള്ള ലക്ഷ്യബോധമായിട്ട് വരുവാണ്. നിങ്ങൾക്കൊരു അച്ചീവ്മെന്റ് വേണം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഡെസ്റ്റിനേഷൻ വെച്ച് നിങ്ങൾ പഠിക്കാൻ വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ആ ഒരു പോയിന്റിൽ നിന്നൊക്കെ എത്താൻ പറ്റും. അതിനുള്ള ഒരു ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഞാനെന്ന് പറയുന്നത്. ബിക്കോസ് നമ്മൾ പുറത്ത് പോയി പഠിക്കുമ്പോഴത്തേനും നമുക്ക് പല വഴിയിലേക്ക് നമ്മുടെ മൈൻഡ് കൺവേർട്ട് ചെയ്യാനുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ നമുക്ക് കുറേ വഴികൾ അവിടെ തന്നെ നമുക്ക് ഒരുപാടുണ്ട്. പക്ഷെ എങ്കിൽ പോലും നമുക്ക് വേണം, അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു പോയിന്റിൽ എത്തണം, നമുക്ക് ആ ഒരു ലക്ഷ്യബോധം വെച്ച് നമ്മൾ അവിടേക്ക് പോയി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മൾ അവിടെ എത്തിയിരിക്കും. പ്ലസ് 2 ഡിഗ്രി ഒക്കെ കഴിഞ്ഞിരിക്കുന്ന എൻ്റെ അനിയന്മാർക്ക് എന്ത് ചെയ്യണം എന്ന് ഒരു ബോധ്യം ഇല്ലാതിരിക്കുന്ന ഒരു സമയം വരുന്നുണ്ടെങ്കിൽ തന്നെ ഡെഫിനറ്റ്ലി നിങ്ങൾ ഗാലക്സിയിൽ പോയിട്ട് ഒന്ന് എൻക്വയറി ചെയ്യണം. ബിക്കോസ് അവിടെ തന്നെ ഒരുപാട് നമുക്ക് കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഇഷ്ടംപോലെ. സോ അവിടെ ചെന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അവർ ഫ്രീ ആയിട്ട് തന്നെ കരിയർ കൗൺസിലിംഗ് ക്ലാസ്സസ് തരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരുപാട് സ്റ്റാഫ്സും അവിടെ അവൈലബിൾ ആണ്. നമുക്ക് എന്ത് ഡൗട്ട്സും ക്ലിയർ ചെയ്യാം. സോ അവർ നമുക്ക് നല്ലൊരു ഓപ്ഷൻ നമുക്ക് അവിടെ ചൂസ് ചെയ്ത് തരും. ഏതാണ് നല്ല കോളേജ്, ഏതാണ് നല്ല കോഴ്സ് നമുക്ക് ഇഷ്ടം, നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് അവരെല്ലാം നമുക്ക് അറേഞ്ച് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ ഈ അച്ചീവ്മെന്റ് തന്നെയാണ് ഏറ്റവും വലിയൊരു ഉദാഹരണം എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എന്ത് ചെയ്യണം എന്നൊരു ലക്ഷ്യബോധം ഇല്ലാതിരിക്കുന്ന ഒരു സമയത്ത് നമ്മൾ ആ ഗാലക്സിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഫ്രീ അവിടെ ഒരു കരിയർ കൗൺസിലിംഗ് ക്ലാസ്സസ് ഉണ്ട്. സോ അവിടെ എത്തിക്കഴിയുമ്പോൾ തന്നെ നമുക്ക് ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ അവർ ചൂസ് ചെയ്ത് തരും ഗാലക്സി എന്ന് പറയുന്ന ഏജൻസി. സാധാരണ ഒരു ഏജൻസിനെ പോലെ അല്ല ഗാലക്സിനെ ഞാൻ കണ്ടിരിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഡെസ്റ്റിനേഷൻ എത്തുന്ന വരെ, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു അച്ചീവ്മെന്റ് നമ്മൾ പഠിച്ചിറങ്ങുന്ന വരെ എല്ലാ രീതിയിലുള്ള സപ്പോർട്ടീവും അതുപോലെ തന്നെ എല്ലാ രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് നമ്മുടെ കൂടെ നിന്ന് അവരെല്ലാം ചെയ്തു തരുന്നുണ്ട്. ഇനി എൻ്റെ കോളേജിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് എവിടെയെങ്കിലുമൊക്കെ എത്തണമെന്ന ലക്ഷ്യബോധമുള്ള ഒരു കുട്ടിയാണ്, അല്ലെങ്കിൽ നമുക്കൊരു കുറച്ചൊരു വിശ്വാസമുള്ള ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി നമുക്ക് ആ ഒരു ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താം. അതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് ഞാൻ. ഗാലക്സിയുടെ ഒരു സവിശേഷതയോട് പറയാനാണെന്നുണ്ടെങ്കിൽ
ഞങ്ങൾ കോളേജ് ഫൈനലൈസ് ചെയ്തതിന് ശേഷം അവർ കോളേജ് വിസിറ്റ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. അതായത് ഞങ്ങളൊരു 4-5 ഫാമിലീസ് കൂടെ ഇവിടുന്ന് സേലത്തേക്ക് കോളേജ് കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്ന് ഹോസ്റ്റൽ, അതുപോലെ കോളേജ്, ഹോസ്പിറ്റലൊക്കെ വിസിറ്റ് ചെയ്ത് കണ്ട് അവിടുത്തെ എല്ലാ കാര്യങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന് നമുക്ക് ഇഷ്ടപ്പെട്ടതിന് ശേഷം മാത്രമാണ് നമ്മൾ അവിടെ പോയി അഡ്മിഷൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു അച്ചീവ്മെന്റ് കിട്ടിയ സമയത്ത് തന്നെ ഗാലക്സിന്ന് അവർ ഞങ്ങൾ തന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ വീട്ടിൽ വന്ന് ഞങ്ങളെ വിസിറ്റ് ചെയ്തു. അങ്ങനെ എനിക്കൊരു മൊമെന്റോ അതുപോലെ തന്നെ ക്യാഷ് പ്രൈസ് അവർ തന്നു. താങ്ക് യു.